പ്രിയ നേരത്തെ തന്നെ ചോറ് കൊടുത്ത് കുട്ടികളെ ഉറക്കി. ഒരാഴ്ചയായി ഒന്ന് കൂടിയിട്ട്. എന്നും രഘുവുമായി കൂടാൻ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും മക്കളുമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ സ്ഥിരമായി ഒരാൾ വന്നു പോയാൽ അതാരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് ഒരു പേടി പ്രിയയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രഘുവിനെ എന്നും വിളിക്കാത്തത്. അങ്ങനെ പ്രിയ ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തെ ലൈറ്റെല്ലാം ഓഫാക്കി രഘുവിനെയും കാത്തിരുന്നു. കൃത്യം 10 മണിയായപ്പോൾ അവളുടെ മൊബൈലിൽ ഒരു മിസ് കോൾ വന്നു. അത് രഘുവിൻ്റെ സിഗ്നലാണ്. പ്രിയ പോയി അടുക്കള വാതിൽ തുറന്നു. അവിടെ കാത്തുനിന്ന രഘു അകത്തേക്ക് കയറി. പ്രിയ വാതിലടച്ച് കുറ്റിയിട്ടു. രണ്ടാളും ഒരുമിച്ച് മുറിയിലേക്ക് നടന്നു. ഒരു മുറിയിൽ കുട്ടികൾ ഉറങ്ങാണ്, വേറെ മുറിയിലാണ് അവർ പോയത്. മുറിയിൽ കയറി വാതിലടച്ച പ്രിയ സീറോ ബൾബ് ഓൺ ചെയ്തു. ചുവന്ന പ്രകാശം മുറിയിലാകെ നിറഞ്ഞു. രഘു ബെഡിലിരുന്നു. എന്താ രഘുവേട്ടാ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടി, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി, ജംഷിയുടെ കാര്യമല്ലേ, അത് നടക്കില്ല കേട്ടോ. ചിരിച്ചുകൊണ്ടാണ് പ്രിയ പറഞ്ഞത്. എന്ത് നടക്കില്ലെന്ന്? നീ ഒന്ന് പോടി, അതൊന്നും അല്ല. അതല്ലേ, പിന്നെന്താ രഘുവേട്ടാ? അത് ആരാടി ആ ജംഷിയുടെ കാമുകൻ? രഘു ചോദിച്ചു. അതാണോ? അത് പറയാൻ പറ്റില്ല. അതെന്താടി ഞാനറിഞ്ഞ? രഘുവേട്ടനോട് പറയണമെങ്കിൽ എനിക്ക് അവരോടൊന്ന് ചോദിക്കണം. ആ, എന്നാ ചോദിക്കുന്നീ. അല്ല, അതറിഞ്ഞിട്ട് രഘുവേട്ടൻ എന്താ കാര്യം? അവൾ ചോദിച്ചു. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, രഘു കുറച്ച് കലിപ്പോടെ പറഞ്ഞു. അത് പിന്നെ പറയാൻ പറ്റായികയൊന്നുമില്ല, എന്നാലും അവളോടൊന്ന് ചോദിക്കാതെ. എന്നാ വിളിച്ച് ചോദിച്ചു നോക്കടി, രഘു പറഞ്ഞു. അല്ല, അല്ലെങ്കിൽ എന്തിനാ അവളോട് ചോദിക്കുന്നേ? രഘുവേട്ടനായിരുന്നെന്ന് കരുതി ഒരു പ്രശ്നവും ഇല്ല. രഘുവേട്ടനല്ലേ ഇന്നെല്ലാത്തിനും സഹായിച്ചത്, അവൾ പറഞ്ഞു. ഏയ് വേണ്ടടി, ജംഷിയോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒന്ന് പോ രഘുവേട്ടാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ പ്രവീണെന്ന് പറയുന്ന പയ്യനാ, അവനെ രഘുവേട്ടൻ അറിയില്ലേ? ആ വയറിങ്ങും പമ്പിങ്ങൊക്കെ ചെയ്യുന്ന അവനാ ആള്. രഘുവിന് പെട്ടെന്നാളെ മനസ്സിലായില്ലെങ്കിലും ഒന്ന് ഓർത്തു നോക്കിയപ്പോൾ പിടികിട്ടി. അവനോ? അവനാണോ സലീമിൻ്റെ ഭാര്യയുടെ? അവനാണോ അവളെ അങ്ങനെയൊക്കെ ആക്കിയത്? ആ രഘുവേട്ട, ഞാൻ വിചാരിച്ചത് ജംഷി ഒരു പാവാണെന്നാ. പക്ഷേ അവൾ നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല കേട്ടോ. അല്ലടി, ഇതിപ്പോൾ എന്ന് തുടങ്ങിയതാ അവർ തമ്മിലുള്ള ഈ ബന്ധം? എനിക്കറിയില്ല രഘുവേട്ട, ഞാൻ ഇന്നാ അറിയുന്നത്. അതും തീരെ നിവൃത്തിയില്ലാതെ അവൾ പറഞ്ഞപ്പോൾ. അവളിനോട് സഹായം ചോദിച്ചു വന്നതാ, കുറേയായി തുടങ്ങിയിട്ടെന്നാ അവൾ പറഞ്ഞത്. ഓ അങ്ങനെയാണോ? ശരി, എന്നാ നീങ്ങുവാ. രഘു അവളെ അടുത്തേക്ക് വിളിച്ചു. അങ്ങനെ അവരാരംഭിച്ചു. ബെഡിൽ കിടന്ന പ്രവീണോട് ഫോണിലൂടെ കുറുകാണ് ജംഷീന. ഒരു വേള മരിക്കാൻ പോലും ചിന്തിച്ചിരുന്ന അവൾക്കിപ്പോൾ പേടിയൊക്കെ മാറിയിരിക്കുന്നു. പ്രവീൺ ഇങ്ങോട്ട് വിളിക്കാത്തതുകൊണ്ട് ജംഷീന അവനെ അങ്ങോട്ട് വിളിക്കായിരുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവനോട് വിശദമായി പറഞ്ഞിരുന്നു. ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒന്നും നടക്കില്ലെന്ന് അവൾക്കറിയാം. പക്ഷേ അവൾക്കത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവനോട് ഒന്ന് സംസാരിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതിയാണ് അവൾ അവനെ വിളിച്ചത്. ആ രഘുവേട്ടന് ഒന്നും അറിയില്ലല്ലോ? ഇല്ലടാ, ഡോക്ടറെ കാണിക്കാൻ പോവാണെന്നാ അയാളോട് പറഞ്ഞത് പ്രിയ. വല്ലാത്തൊരു കുറുക്കനയാൾ. ചെറിയൊരു സൂചന കിട്ടിയ എല്ലാം തീർന്നു. അതെന്താടാ, രഘുവേട്ടൻ ആരോടെങ്കിലും പറയോ? ഇല്ല, അയാൾ ആരോടും പറയില്ല. പക്ഷേ ഇത്താക്കത് പണിയാകും. അതെങ്ങനെ? അതൊന്നുമില്ല. അല്ല, ആ ചേച്ചി എന്തു പറഞ്ഞു? അവളെന്ത് പറയാനാടാ? അവള് കുറേ ചോദിച്ചെങ്കിലും ഞാൻ ആളെ പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നെത്താ, എൻ്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ. പ്രവീൺ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന് ജംഷിക്ക് മനസ്സിലായി. പിന്നെ പ്രവി, ഇനിയിപ്പോൾ എങ്ങനെയാടാ? അവനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് ആഗ്രഹം വരാൻ തുടങ്ങി. എൻ്റെ പൊന്നെത്താ, ഇത്രയൊക്കെ ആയിട്ടും ഇത്താക്ക് മതിയായില്ലേ? മനുഷ്യനിവിടെ മരിച്ച് ജീവിച്ചതാ. പ്രവീൺ പറയുന്ന കേട്ട് ജംഷിനയ്ക്ക് ചിരി വന്നു.
അതൊക്കെ കഴിഞ്ഞില്ലേടാ. എന്ന് വെച്ച് എനിക്കിനി പേടിയായിത്താ. എന്തിന്? ഇനി നമുക്ക് ശ്രദ്ധിച്ചാൽ പോരെ? അതുമല്ല, ഇനി അങ്ങനെ വല്ലതുമായ അത് പരിഹരിക്കാനുള്ള മാർഗം നമുക്ക് മനസ്സിലായല്ലോ. ജംഷീനെ പറയുന്ന കേട്ട് പ്രവീൺ അന്തം വിട്ടു. പ്രവീൺ നല്ലതുപോലെ ജംഷീൻ്റെ സ്വഭാവം അറിയാം. ചില നേരത്ത് ഇത്ത കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ ഇത്താക്ക് ഭ്രാന്തായെന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട് അവന്. പരതയും ധരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ജംഷീനുടെ യഥാർത്ഥ മുഖം താൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പ്രവീൺ ഓർത്തു. എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ ഇത്ത. എടാ, അത് എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു പ്രവി. ഞാനിപ്പോൾ അങ്ങ് വന്നാ ഇത്ത അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണെന്ന് ജംഷീനയ്ക്കും അറിയാം. പ്രവീണെ കണ്ടാൽ അവൾ അടങ്ങിയിരിക്കില്ല. ഇത്ത, എന്തായാലും ഇത്ത കുറച്ച് ദിവസം അടങ്ങിയിരിക്കുക, നമുക്ക് നോക്കാം. പിന്നെ പോകാൻ നേരത്ത് ഇത്ത സമ്മതിക്കാതിരുന്നാൽ അതൊന്നും പറ്റില്ല കേട്ടോ. ഇനി അതൊന്നും വേണ്ട. അത് കേട്ട് ജംഷീന് ഫോണിലൂടെ ഉറക്കെ ചിരിച്ചു. എന്ത് ചെയ്യാനാണ് പ്രവി, ഇത്താക്ക് പറ്റാനായിട്ടല്ലേ. ആ, എന്നാലേ ഇനിയത് വേണ്ട. ആ, സാരില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം, അവൻ പറഞ്ഞു. ശരിയടാ, ഇനി നീ പറയുന്ന പോലെ പോരെ. അല്ല ഇത്ത, ഇത്താക്ക് എത്ര ദിവസം റെസ്റ്റ് വേണം? റെസ്റ്റ് എടുക്കാൻ ഞാൻ എന്താടാ ഇവിടെ പ്രസവിച്ച് കിടക്കാണോ? എന്നാലും ഇതിനെക്കുറിച്ച് റെസ്റ്റ് വേണ്ട ഇത്ത. ആ, കൂടുതലൊന്നും ഇല്ലടാ, 2-3 ദിവസം. അത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കും. അപ്പോൾ ഇങ്ങ് വന്നേക്കണം കേട്ടല്ലോ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, നീ വരൂ, അത്ര തന്നെ. ആ, നോക്കട്ടേന്നേ. എന്താ പ്രവി, ഞാൻ വിളിച്ചാ നീ വരില്ലേ? ആ, വരാ ഇത്ത. ജംഷിയുടെ ആ ചോദ്യത്തിന് അതല്ലാതെ മറുപടി പറയാൻ പ്രവീൺ അറിയില്ലായിരുന്നു. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്തു. പ്രിയയുമായി കൂടിയ ശേഷം വിജനമായ വഴിയിൽ ഓട്ടം നിർത്തി അതിലിരിക്കുകയാണ് രഘു. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫോണിലേക്ക് നോക്കിയാണ് അവൻ ഇരിക്കുന്നത്. അതിൻ്റെ സ്ക്രീനിൽ കാണുന്ന പേരിലേക്ക് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജംഷി എന്ന പേരിന് നേരെ വിരൽ അമർത്തണോ എന്ന് ആലോചിച്ച് രഘു ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. അവൾക്ക് വിളിക്കാൻ മടിയുണ്ടായിട്ടല്ല, സലീമിൻ്റെ അടുത്ത സുഹൃത്തായ തന്നോടവൾക്ക് വലിയ ബഹുമാനമാണ്. ഒരു സഹോദരൻ്റെ സ്ഥാനത്താണ് അവൾ തന്നെ കാണുന്നത്. പക്ഷേ അവളെ പെങ്ങളായി കാണാനൊന്നും തനിക്കാവില്ല, ഇനി തീരെയാവില്ല. താൻ നേരിട്ട് ചോദിച്ചാൽ എന്തായാലും അവൾക്ക് തരാതിരിക്കാനാവില്ല. കാരണം അവളുടെ ഭർത്താവിൻ്റെ അടുത്ത കൂട്ടുകാരനാണ് താൻ. അവളുടെ ജീവിതം പോലും തകർക്കാൻ പറ്റുന്ന ഒരൊന്നാന്തരം രഹസ്യം തൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവളെ അങ്ങനെ എനിക്ക് വേണ്ട. അവൾ തന്നെ എന്നെ വിളിക്കണം, അതാണ് എനിക്കിഷ്ടം. അവൾക്ക് ഇത്രയും ആഗ്രഹമുണ്ടെന്ന് താൻ അറിഞ്ഞില്ലല്ലോ. എന്നാലും ആ പ്രവീൺ അതൊക്കെ മനസ്സിലാക്കി അവളുടെ കൂടെ കൂടുകയും ചെയ്തു. രഘു വീണ്ടും അതെല്ലാം ആലോചിച്ച് ആ ഓട്ടോയിൽ തന്നെ നിന്നു. ആ വഴിയിലൂടെ ഈ നേരത്ത് ആരും വരില്ലെന്ന് അവന് നന്നായി അറിയാം. ഈ നാട്ടിലെ ഓരോ ഊടുവഴിയും അവന് സുപരിചിതമാണ്. വിജനമായ ആ വഴിയിൽ നിർത്തിയ ഓട്ടോയിലിരുന്ന് എത്ര ചിന്തിച്ചിട്ടും അവന് ഒരു ഐഡിയയും കിട്ടിയില്ല. ഈ സമയം ജംഷീനയ്ക്കും ഉറക്കം വന്നതേയില്ല. അവൾ കട്ടിലിൽ കിടന്ന് ആലോചിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ രഘുവേട്ടനാണ് ഈ പ്രശ്നത്തിൽ നിന്നും തന്നെ ഊരിയെടുത്തത്. അയ്യോ, അത് മറന്നു. അവിടെ പൈസയൊക്കെ കൊടുത്തത് രഘുവേട്ടനല്ലേ? പാവം, ഓട്ടോടി കിട്ടിയിട്ട് വേണ്ടേ? അവിടെ എത്രയെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. അത് മോശമായി പോയല്ലോ. അതുമല്ല, താൻ മരിക്കാൻ പോലും ഒരുങ്ങിയ ഈ പ്രശ്നം മറ്റൊരാൾ അറിയാതെ പരിഹരിച്ചു തന്നതിന് ഒരു നന്ദി പോലും പറഞ്ഞില്ല. ഇപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ? അത്രയും ചിന്തിച്ച് ജംഷി സമയം നോക്കി. 1 മണി ആവാറായി. ഇപ്പോൾ വിളിക്കണോ? പ്രിയ പറഞ്ഞത് രഘുവേട്ടന് രാത്രി ഉറക്കമൊന്നുമില്ലെന്നാ. രാത്രിയും ഓട്ടം ഓടുന്നുണ്ടത്രേ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ജംഷി ഫോണിൽ രഘുവിൻ്റെ നമ്പർ തിരിഞ്ഞ് അതിലേക്ക് ഡയൽ ചെയ്തു. ഓട്ടോയിലിരിക്കുന്ന രഘു ജംഷിക്ക് വിളിക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ആ നമ്പറിലേക്ക് നോക്കിയ രഘു ശരിക്കും ഞെട്ടി. ഈ 1 മണി നേരത്ത് ജംഷി തന്നെ വിളിക്കുന്നു. എന്തിന്?
പല ചിന്തകളും ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവന് സന്തോഷവും പേടിയും തോന്നി. എന്തായാലും അവൻ കോൾ എടുത്തു. ഹലോ. ഹലോ രഘുവേട്ട, ഇത് ഞാനാ, ജംഷി. ആ, എന്താ ജംഷി, ഈ നേരത്ത്? നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, അത് രഘുവേട്ടന് ഒന്നും തോന്നരുത്. ഞാൻ പൈസ തരാൻ മറന്നു. എത്ര രഘുവേട്ട അവിടെ കൊടുത്തത്? അല്പം കൊഞ്ചിക്കൊണ്ടായിരുന്നു ജംഷി അത് ചോദിച്ചത്. അത് രഘുവിന് മനസ്സിലാവുകയും ചെയ്തു. ഏയ്, അതൊന്നും സാരമില്ല ജംഷി, കാര്യങ്ങൾ നടന്നല്ലോ. അയ്യോ, അതല്ല രഘുവേട്ട, എൻ്റെ ഇപ്പോൾ കുറച്ച് പൈസയുണ്ട്. എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ അയച്ചു തരാം. ജംഷിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ? രഘു ചോദിച്ചു. അത് കേട്ട് ജംഷി കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പതിയെ പറഞ്ഞു, അത് അവിടെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അത് കേട്ടതും രഘുവിന് നെട്ടി. ആണോ? അതിന് വേദന മാറാൻ അവിടുന്ന് മരുന്ന് തന്നില്ല ജംഷി? ആ, ഉണ്ട്, മരുന്ന് ഞാൻ കഴിച്ചു. രണ്ടാളും കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. വിളിച്ച കാര്യത്തെപ്പറ്റി പിന്നെ ജംഷി പറഞ്ഞതുമില്ല. പക്ഷെ എന്തോ അവൾക്ക് ഫോൺ കട്ടാക്കാൻ തോന്നിയില്ല. ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് അവൾ കിടന്നു. എന്തായാലും അവൾ ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് അതിൽ പിടിച്ച് കയറാൻ തന്നെ രഘു തീരുമാനിച്ചു. പിന്നെ ജംഷി, ആൾ ആരാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതെനിക്ക് അറിയാൻ വേണ്ട. എന്നാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി കേട്ടോ. അത് കേട്ട് ജംഷിക്കൊന്ന് നാണം വന്നു. അവളൊന്ന് മൂളി. എന്നാലും എങ്ങനെയാ ജംഷി തനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയത്? അവനത്രയ്ക്ക് മണ്ടനാണോ? ഒരു മുൻകരുതലും അവൻ എടുത്തില്ലേ? എന്നിട്ടവൻ തടി ഊരുകയും ചെയ്തു. ജംഷിക്ക് എന്ത് പറയണമെന്നറിയില്ല. ആണുങ്ങൾക്ക് ഒരു നോട്ടവുമില്ല. നീ വേണ്ട ജംഷി ഇതൊക്കെ സൂക്ഷിക്കാൻ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അവൻ പൊടിയും തട്ടിപ്പോയി. അനുഭവിച്ചത് മുഴുവൻ നീയും. ശരിക്കും നീയല്ല, അവനാ എൻ്റെ പൈസ തിരിച്ചു തരേണ്ടത്. ആളെ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ കുത്തിപ്പിടിച്ച് ഞാൻ വാങ്ങിയാനെ. രഘു പറയുന്നതൊക്കെ കാര്യം അറിയാതെയാണെന്ന് ജംഷിക്കറിയാം. പ്രവീണല്ല, താനാണ് ഉത്തരവാദി. പക്ഷേ അതങ്ങനെ രഘുവേട്ടനോട് പറയും? പ്രവീണിനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് മിണ്ടാതിരിക്കാനും ആവുന്നില്ല. അത് രഘുവേട്ട, അവനൊരു പാവ. അവന് ഒന്നും അറിയില്ല, ജംഷി പതിയെ പറഞ്ഞു. നല്ല പാവ. എന്നിട്ടാണോ ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ അവൻ മുങ്ങിയത്? ഒന്നും അറിയാത്തൊരു പാവം. രഘു ഒരു മറയുമില്ലാതെ അവളോട് പറഞ്ഞു. അത് രഘുവേട്ട, അവൻ കുറേ അന്വേഷിച്ചതാ. ഇതിന് പറ്റിയ ഡോക്ടർമാരെയൊന്നും അവൻ അറിഞ്ഞൂടാ. ബാക്കി കാര്യങ്ങളൊക്കെ അവന് കൃത്യമായി അറിയാലോ. അത് അവനല്ല, ഞാനാ. എന്ത്? അത് ഞാനാ അവനെ നിർബന്ധിച്ച്. രഘുവിന് കാര്യം മനസ്സിലായി. അവളുടെ ആഗ്രഹം എത്രമാത്രമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ജംഷി, രഘു പറഞ്ഞു. അത് പറ്റിപ്പോയി രഘുവേട്ട, അവൾ ഒന്ന് നാണത്തോടെ പറഞ്ഞു. പ്രവീണോട് മാത്രമേ അവളിങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു നാണം തോന്നി. സാരില്ല, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ഇനി ശ്രദ്ധിച്ചോളാം രഘുവേട്ട. ആ, പിന്നെ ജംഷി, ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒന്നും വേണ്ടട്ടോ. എത്ര ദിവസം രഘുവേട്ട? ശരിക്കും കൊഞ്ചിക്കൊണ്ടാണ് ജംഷി അത് ചോദിച്ചത്. അത് നീ ഡോക്ടറോട് ചോദിച്ചില്ലേ? ഇല്ല. എന്നാ ഞാൻ ചോദിച്ചു. എന്ത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഇനി പറ്റുള്ളൂ എന്ന്. ആണോ? എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? ഒരു 3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആണോ? പക്ഷേ എനിക്ക് ഇപ്പോഴും വേദനയുണ്ട് രഘുവേട്ട, ജംഷി പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയ രഘു ഒന്ന് ചോദിച്ചു. ആണോ? എപ്പോൾ തുടങ്ങി? കുറച്ചു നേരമായി. നീ മരുന്ന് കഴിച്ചില്ലേ? ആ, കഴിച്ചതാ. അപ്പോൾ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വേദനിക്കുന്നു. ജംഷിയുടെ സംസാരം എങ്ങോട്ടാണെന്ന് രഘുവിന് മനസ്സിലായി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഡോക്ടറെ കാണണോ? ഏയ് വേണ്ട. എന്നാ ജംഷി, ഞാനൊരു കാര്യം പറയാം. എന്താ രഘുവേട്ട? വേദന മാറാൻ
ഒരു ഐഡിയ ഉണ്ട്. എന്ത്? അത് നിനക്കിപ്പോൾ അവനൊന്ന് വിളിക്കാൻ പറ്റുമോ? ആരെ? പ്രവീണിനെയോ? ആ, അവനെ തന്നെ. എന്തിന്? അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു പ്രീമിയം ചാനലാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വേഗം പോരട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.